മണിയാർ കരാർ വിഷയത്തിൽ വൈദ്യുതി മന്ത്രിയെ നിയമസഭയിൽ തിരുത്തി മുഖ്യമന്ത്രി. BOT കാലാവധി കഴിഞ്ഞ പദ്ധതിയുടെ കരാർ പുതുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു തിരുത്ത്. പദ്ധതി തിരിച്ചെടുക്കാൻ കമ്പനിക്ക് KSEB നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി സഭയെ അറിയിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി എഴുന്നേറ്റത്. മണിയാർ പദ്ധതിയുടെ കരാർ പുതുക്കുന്നതിൽ വ്യവസായ വൈദ്യുതി മന്ത്രിമാർ തമ്മിൽ ഭിന്നത നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. രമേശ് ചെന്നിത്തലയാണ് വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത്. BOTയുടെ കാലാവധി കഴിഞ്ഞാൽ സർക്കാരിലേക്ക് തിരികെ വരേണ്ട ഈ പദ്ധതി 25 വർഷം കൂടി നീട്ടിക്കൊടുത്താൽ 1 ഡസനിലേറെ വൈദ്യുതി പദ്ധതികൾ ഇതുപോലെ നീട്ടിക്കൊടുക്കേണ്ടി വരും. വിഴിഞ്ഞം പദ്ധതി 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടം കഴിഞ്ഞ് 3ാം ഘട്ടമാകുമ്പോൾ 60 വർഷം കഴിഞ്ഞാൽ വീണ്ടും നീട്ടിക്കൊടുക്കേണ്ടി വരും. ഇതൊരു തെറ്റായ നയമാണ്. ഇത് ശരിയല്ല. ഇതിനകത്ത് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കണം. 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കോടിക്കണക്കിന് രൂപ വൈദ്യുതി ബോർഡിന് ലാഭം ഉണ്ടാക്കുന്നതാണ്. പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജുകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇത്തരം പദ്ധതികൾ ഗവൺമെന്റ് ഏറ്റെടുത്താൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഒരു വലിയ കമ്പനി, ഒരു കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനി 30 വർഷമായി സൗജന്യമായി ക്യാപ്റ്റീവ് പവർ ഏറ്റെടുത്ത് ബാക്കിയുള്ളത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യമുള്ള വൈദ്യുതി വ്യവസായങ്ങൾക്ക് ഉപയോഗിച്ച ശേഷം ഇവര് ബാക്കി എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ബോർഡിന് വിൽക്കുകയാണ്. സാർ 300 കോടിയിലധികം രൂപ ഇതിനകം അവർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് 25 വർഷം കൂടി നീട്ടിക്കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്? അതുകൊണ്ട് ഈ തന്നെയുമല്ല സാർ, 30-ാം തീയതി എന്റെ കാലാവധി കഴിഞ്ഞു. ഇത്രയും ദിവസമായിട്ട് വൈദ്യുതി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നിയമപരമായി തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഈ പ്ലാന്റ് ഏറ്റെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. KSEB കമ്പനിയും തമ്മിലുള്ള കരാർ 18/5/91 നടപ്പിലാക്കി. കരാർ പ്രകാരം മണിയാർ ജലവൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ, മെഷീനറികൾ, കെട്ടിടങ്ങൾ, മറ്റു അനുബന്ധ ഓപ്പറേറ്റിംഗ് സൗകര്യങ്ങൾ, ഭൂമി ഉൾപ്പെടെയുള്ള ഒരു ചെലവും കൂടാതെ പദ്ധതി കമ്മീഷൻ ചെയ്ത തീയതി മുതൽ 30 വർഷ കാലയളവിന് ശേഷം KSEB ഉടമസ്ഥയിലേക്ക് കൈമാറ്റം ചെയ്യണമെന്നാണ് വ്യവസ്ഥ. സ്ഥാപനം നടത്തുന്ന വ്യാവസായിക നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ 25 വർഷത്തേക്ക് കാലാവധി നീട്ടി നൽകണമെന്ന് കാർബോറണ്ടം കമ്പനി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർ നടപടികൾ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് കൂടി സഹായകരമാകണമെന്നാണ് വ്യവസായ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാർബോറണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡ് അനുവദിച്ച മണിയാർ ചെറുകിട വൈദ്യുതിയുടെ ബൂട്ട് കാലാവധി ദീർഘിപ്പിക്കുന്നത് പ്രത്യക്ഷമായി പൊതുമേഖലാ സ്ഥാപന KSEBയിൽ നഷ്ടമുണ്ടാക്കുകയും അത് പരോക്ഷമായി വൈദ്യുതി ചാർജ് വർധനയുടെയും പൊതുജനങ്ങളുടെയും ബാധിക്കാനിടയെന്ന് KSEBL റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 30 വർഷത്തെ കാലാവധി കഴിഞ്ഞതിനാൽ മേൽപ്പറഞ്ഞ പദ്ധതി ഏറ്റെടുക്കുന്നതിനായി KSEBL കാർബോറണ്ടം കമ്പനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, വ്യവസായ വകുപ്പ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ വിശദമായി പരിശോധിച്ചു വരികയാണ്. KSEBലിന് ദോഷകരമാകത്തതും വ്യവസായ അന്തരീക്ഷത്തിന് ഗുണകരമാകുന്നതുമായ തീരുമാനമെടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട CM സർ, ഇവിടെ ബഹുമാനപ്പെട്ട ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചതിൽ ഒരു കാര്യം അദ്ദേഹം തന്നെ പറയേണ്ടത് ഇതിൻ്റെ ഒരു ക്യാപ്റ്റീവ് ജനറേഷൻ എന്ന ഭാഗം, അതാണിതിൽ പ്രധാനം. നമ്മൾ ഇക്കാര്യത്തിൽ വ്യവസായ വകുപ്പോ വൈദ്യുതി വകുപ്പോ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ വ്യവസായങ്ങൾക്ക് അവർക്കാവശ്യമായ വൈദ്യുതി, വളരെ കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന വ്യവസായങ്ങൾക്ക് അവർക്കാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം, അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാപ്റ്റീവ് ജനറേഷൻ യൂണിറ്റുകൾ നേരത്തെ അനുവദിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി വരുന്നൊരു പദ്ധതിയാണിത്. ഈ അനുവദിച്ച പലരും അത് നടപ്പാക്കിയിട്ടില്ല. ഇവരത് നല്ല നിലക്ക് നടപ്പാക്കി എന്നുള്ളതൊരു വസ്തുതയാണ്. അവർ കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ കാർബോറാണ്ട് എന്ന് പറയുന്നത് അവർ ഇനിയും തുറന്നിവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അത്തരം ക്യാപ്റ്റീവ് ജനറേഷൻ തുറന്നു പോകണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പൊതുവായ നയം. അതിലൊരു തർക്കവും ആ കാര്യത്തിലില്ല. കൃഷ്ണൻകുട്ടി, ഇത് തിരിച്ചെടുക്കാൻ ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതേ കമ്പനിക്ക് അത് തുടരാനുള്ള അവകാശമുണ്ടെന്നും അത് അങ്ങനെ തുടരണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാജു, കാർബോറണ്ടം കമ്പനിയുടെ കരാർ കഴിഞ്ഞതിനാൽ അവരോടത് KSEBക്ക് തിരികെ സമർപ്പിക്കാൻ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയും മുൻപും ഈ നിലപാട് വിശദീകരിച്ചിട്ടുള്ള ആളാണ് വൈദ്യുതി മന്ത്രി. ഇപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തിരുത്തുകയാണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഒരു കൂട്ടുത്തരവാദിത്വം, ഏക സ്വഭാവം, ഏക നിലപാട് സർക്കാരിനകത്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
തീർച്ചയായും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സർക്കാരിന് ഇക്കാര്യത്തിൽ ഏകകണ്ഠമായ ഒരു നിലപാടില്ല. വൈദ്യുതി മന്ത്രിക്ക് ഒരു നിലപാടും മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും വേറൊരു നിലപാടുമാണ് എന്ന് നേരത്തെ പുറത്തു വന്നതിനെ എല്ലാം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നിയമസഭയിൽ അരങ്ങേറിയത്. മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയായിരുന്നു സബ്മിഷനായി വിഷയം സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. 30 വർഷം കഴിയുമ്പോൾ തിരിച്ചെടുക്കണം എന്നാണ്, മണിയാർ പദ്ധതി തിരിച്ചെടുക്കണമെന്നാണ് കാർബോറണ്ടം കമ്പനിയുമായുള്ള കരാർ വ്യവസ്ഥ. കാലാവധി കഴിഞ്ഞെടുത്തും ഏറ്റെടുക്കാൻ എന്താണ് തടസ്സമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. വ്യവസായ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും രണ്ട് നിലപാടാണ്, വൈദ്യുതി മന്ത്രിക്കും രണ്ട് നിലപാടാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇങ്ങനെ ഏറ്റെടുത്തില്ലെങ്കിൽ 12ഓളം BOT പദ്ധതികളെ ദോഷകരമായി ബാധിക്കും, വിഴിഞ്ഞം തുറമുഖ പദ്ധതി കരാറിൽ വരെ സ്വാധീനം ചെലുത്തും എന്നായിരുന്നു ചെന്നിത്തലയുടെ മുന്നറിയിപ്പ്. 300ഓളം കോടിയാണ് കാർബോറണ്ടത്തിന്റെ ലാഭം, എന്തിനാണ് ഈ വഴിവെട്ട സഹായം എന്ന് ചെന്നിത്തല ചോദിച്ചു. തുടർന്ന് ആ സബ്മിഷൻ ആദ്യം മറുപടി നൽകിയത് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയായിരുന്നു. അദ്ദേഹം KSEBയും കമ്പനിയും തമ്മിലുള്ള കരാർ അനുസരിച്ച് തിരിച്ചു നൽകണം, വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ കരാർ നീട്ടണമെന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട് എന്നുകൂടി അദ്ദേഹം അറിയിച്ചു. ഏറ്റെടുക്കണമെന്ന നിലപാടാണ് KSEBക്ക് നഷ്ടം വരാത്തതും വ്യവസായ മേഖലയ്ക്ക് നഷ്ടമില്ലാത്തതുമായ നിലപാട് വേണമെന്ന് വൈദ്യുതി മന്ത്രി പറയുകയും KSEB നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് സഭയെ അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വൈദ്യുതി മന്ത്രിയെ തിരുത്തുന്നത് നമ്മൾ സഭയ്ക്കുള്ളിൽ കണ്ടത്. കരാർ നീട്ടി നൽകുന്നതിനെ അനുകൂലിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. കാർബോറണ്ടത്തിന് ആവശ്യമായ വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കട്ടെ, മിച്ച വൈദ്യുതി ഉണ്ടെങ്കിൽ അത് KSEBക്ക് നൽകട്ടെ, തർക്കത്തിന്റെ കാര്യമില്ല, കൂടിയാലോചനയിലൂടെ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മണിയാർ വൈദ്യുത പദ്ധതിയുടെ കരാർ കാർബോറണ്ടം കമ്പനിക്ക് വീണ്ടും നീട്ടി നൽകുന്നതിനെ തത്വത്തിൽ അംഗീകരിക്കുകയും അനുകൂലിക്കുകയാണ് മുഖ്യമന്ത്രി സഭയിൽ ചെയ്തത്. അത് വൈദ്യുതി മന്ത്രി നിലപാടിന് ഘടകവിരുദ്ധമായിരുന്നു എന്നതാണ് വസ്തുത. അതായത് KSEBയുടെ നിലപാടല്ല സർക്കാരിനുള്ളത്. കാർബോറണ്ടത്തിന് പദ്ധതി നീട്ടിക്കൊടുക്കാം, മണിയാർ പദ്ധതിയുടെ ഉൽപാദനം അടക്കമുള്ള കാര്യങ്ങളിൽ BOT വ്യവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും 25 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കണമെന്ന അവരുടെ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സഭയിൽ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. നിഷാദ്. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോ വൈദ്യുതി മന്ത്രിയെ സഭയിൽ ഇരുത്തിക്കൊണ്ട് തിരുത്തുകയാണ്. സാജു, ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് ഈ ക്യാപ്റ്റീവ് ജനറേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വ്യവസായങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി കൊടുത്തിരിക്കുന്നു, അവർ നല്ല നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്നു, അവർക്ക് അങ്ങനെ തുടരട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ കരാറുകൾ ഇങ്ങനെ നമ്മൾ നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കാവുന്ന കീഴ്വഴക്ക പ്രശ്നത്തെക്കുറിച്ചുള്ള ഗുരുതരമായ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് വൈദ്യുതി മന്ത്രിയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ. ആ കാര്യത്തിൽ പക്ഷേ മുഖ്യമന്ത്രി മറുപടി പറയാതെ ഒഴിഞ്ഞു കളഞ്ഞു. തീർച്ചയായും മുഖ്യമന്ത്രി ഇത് ഭാവിയിൽ ഉണ്ടാകാവുന്ന മറ്റു BOT കരാറുകളിൽ ഇതേ ആവശ്യം ഉന്നയിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. അദ്ദേഹം കൃത്യമായി 12 പദ്ധതികളെ അത് ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. വിഴിഞ്ഞമടക്കമുള്ള കരാറുകളിലും ഈ കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ആ ഭാഗത്തെക്കുറിച്ച് പരാമർശിക്കാതെ കടന്നുപോകുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. പകരം കാർബോറണ്ടം അവർക്ക് വൈദ്യുതി ഉൽപ്പാദിക്കട്ടെ, അവർക്ക് വേണ്ടത് എടുക്കട്ടെ, ബാക്കിയുള്ളത് KSEBക്ക് നൽകട്ടെ എന്ന കമ്പനിയുടെ വാദം മുഖ്യമന്ത്രിയുടെ നാവുകളിലൂടെ പുറത്തു വരുന്നു എന്നതാണ് നമ്മൾ നിയമസഭയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കരാർ പുതുക്കി നൽകാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. വൈദ്യുതി മന്ത്രി പറഞ്ഞത് മറ്റൊന്നാണെങ്കിലും മുഖ്യമന്ത്രി വൈദ്യുതി മന്ത്രിയെ യഥാർത്ഥത്തിൽ സഭയ്ക്കുള്ളിൽ തിരുത്തിയിരിക്കുകയാണ് ആ വാചകങ്ങളിലൂടെ. സ്വാഭാവികമായും മണിയാർ വൈദ്യുത കരാർ നീട്ടി നൽകണമെന്ന കാർബോറണ്ടം കമ്പനിയുടെ ആവശ്യത്തിനൊപ്പമാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും എന്ന നേരത്തെ പുറത്തു വന്ന കാര്യങ്ങളെ സ്ഥിരീകരിക്കുക മാത്രമല്ല സർക്കാർ ആ തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മന്ത്രിസഭയുടെ അധിപൻ കൂടിയായ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. KSEBക്ക് മറ്റൊരു നിലപാടുണ്ട്, അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല എന്നുകൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. നിഷാദ്. ശരി, സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാർബോറണ്ടം കമ്പനിക്ക് മണിയാർ പദ്ധതിയെ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. കരാർ കാലാവധി കഴിഞ്ഞതുകൊണ്ട് കാർബോറണ്ടം കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന വൈദ്യുതി ഉൽപ്പാദന കരാർ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്ന പ്രശ്നം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഇല്ല, ആ കമ്പനിക്ക് തുടരാൻ അനുമതി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഈ കാര്യത്തിൽ എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട് എന്നതിൽ അവ്യക്തത ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വൈദ്യുതി മന്ത്രി നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് അത് തിരികെ ആ കരാർ പുതുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാർബോറണ്ടത്തിന് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്, വ്യവസായ വകുപ്പിന്റെയും മറ്റ് നിയമവകുപ്പിന്റെയും ഒക്കെ ഒരു ഐക്യകണ്ഠേനയുള്ള ഒരു അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം നിയമസഭയിൽ വിശദീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി പൊടുന്നനെ എഴുന്നേറ്റ് നിന്ന് കാർബോറണ്ടം കമ്പനി അവരുടെ വൈദ്യുതി ഉൽപ്പാദനം തുടരട്ടെ, കരാർ പുതുക്കാൻ പോകുന്നു എന്ന തീരുമാനം നിയമസഭ പൊടുന്നനെ അറിയിക്കുകയായിരുന്നു. പക്ഷേ വൈദ്യുതി മന്ത്രിക്ക് നിശ്ചയമായും കടുത്ത ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നു, അപ്രതീക്ഷിതമായി എന്ന് വിചാരിക്കണം.